കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുകയാണ്. തത്സമയം ഭൂമിയുടെ അതിരിലേക്ക് മാറ്റി സ്ഥാപിച്ചതിന് ശേഷമാണ് ഭൂരിഭാഗം കിഫ്ബി പ്രവർത്തികളും ആരംഭിക്കുന്നത്. ഇതുവഴി കാലഹരണപ്പെട്ട യൂട്ടിലിറ്റി ലൈനുകൾക്ക് പകരം സാങ്കേതിക മികവോടുകൂടിയതും കാര്യക്ഷമതയേറിയതുമായ യൂട്ടിലിറ്റി ലൈനുകൾ പുനഃസ്ഥാപിക്കപ്പെടുമെങ്കിലും ഇത്തരം പ്രവൃത്തികളിലുണ്ടാകുന്ന കാലതാമസം നിർമ്മാണ പ്രക്രിയയുടെ സമയക്രമത്തെ ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗുണമേന്മയുടെ സുസ്ഥിരമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന സ്വാഭാവികമായ സമയദൈർഘ്യത്തെയാണ് കാലതാമസമെന്നും പദ്ധതികളുടെ ഇഴഞ്ഞുപോക്കെന്നും ഇവിടെ വിമർശിച്ചത്. റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യം. റെയിൽവേയുടെ ഭാഗത്തു നിന്നും GAD ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ്സ് അംഗീകാരം ലഭിക്കുവാനുണ്ടാകുന്ന കാലതാമസമാണ് പ്രധാനമായും റെയിൽ ഓവർബ്രിഡ്ജ് പദ്ധതികൾ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത്. GADക്ക് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. മേൽപ്പാലത്തിൻ്റെ റെയിൽവേ ലൈൻ കടന്നുപോകുന്ന ഭാഗത്തുള്ള സ്പാനുകളുടെ നിർമ്മാണം റെയിൽവേ നേരിട്ടോ അനുബന്ധ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലോ ആയതിനാൽ ഇത്തരം പ്രവൃത്തികളിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതും പദ്ധതികളുടെ മൊത്തം പുരോഗതിയെ ബാധിക്കുന്നുണ്ട്. കൂടാതെ റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കൽ സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വം മൂലം റെയിൽവേ റോഡ് മേൽപ്പാലങ്ങളുടെ ഡിസൈൻ അന്തിമമാക്കുന്നതിന് സാധിക്കാതെ വരുന്ന സാഹചര്യവുമുണ്ട്. ജലവിഭവ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ജലശുദ്ധീകരണ പ്ലാന്റുകൾ നിർമ്മിക്കാൻ കഴിയുന്ന വൈദഗ്ധ്യം നേടിയ കരാറുകാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെൻഡർ നടപടികളിൽ ഉയർന്ന നിരക്കുകൾ കരാറുകാർ ആവശ്യപ്പെടുന്നു. ഇത് ഉയർന്ന ടെൻഡർ തുക അംഗീകരിക്കുന്നതിനുള്ള സർക്കാർ അനുമതി അനിവാര്യമാക്കുന്നു. ഇതും പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8.5 വർഷമായി കേരളത്തിൽ കൊണ്ടുവന്നത് സമാനതകളില്ലാത്ത വികസനമാണ്. ചെല്ലാനത്ത ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതത്തിന് അറുതി കുറിക്കാൻ കഴിഞ്ഞത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. 336 കോടി രൂപ വിനിയോഗിച്ച് ചെല്ലാനം തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി കിഫ്ബി നടപ്പിലാക്കിയ കടൽഭിത്തി പുനർനിർമ്മാണവും പുലിമുട്ട് നിർമ്മാണവും തീരശോഷണത്താൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായി എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞതിനെ തുടർന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ട സ്ഥലമെടുപ്പിന് 260 കോടി 60 ലക്ഷം രൂപയാണ് കിഫ്ബി നൽകിയത്. അസ്തമിച്ചെന്ന് കരുതിയ ഒരു വ്യവസായ സ്ഥാപനത്തെ വലിയ സ്വപ്നങ്ങളോടെ കുതിച്ചുയർത്താൻ ഇത് സഹായിച്ചു. കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റ് പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യമേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കാൻ നിശ്ചയിച്ചു. ഇതിനോടകം 90 ഐസൊലേഷൻ വാർഡുകൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. അതിൽ 50 എണ്ണം പൂർത്തീകരിക്കാനുമായി. 236 കോടി 30 ലക്ഷം രൂപയുടെ ധനാനുമതിയാണ് ഐസൊലേഷൻ വാർഡ് പദ്ധതിക്കായി കിഫ്ബി നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ IT മേഖലയിലും കിഫ്ബി ധനസഹായം നൽകുന്നുണ്ട്. 1652 കോടി രൂപയാണ് ഈ മേഖലയിൽ കിഫ്ബി നൽകിയിട്ടുള്ള ഫണ്ട്. ടെക്നോസിറ്റിയിലെ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തീകരിച്ചു. പുത്തൻ സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും പ്രയോജനകരമാകുന്ന കൊച്ചി ഇന്നൊവേഷൻ സോൺ കെട്ടിടം പൂർത്തീകരണത്തിൻ്റെ അന്തിമഘട്ടത്തിലുമാണ്. ഇൻ്റർനെറ്റ് ലഭ്യത ഇന്നൊരു ആഡംബരമല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യകതയാണ്. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ആക്സസിനെ പൗരാവകാശമായി കേരളം പ്രഖ്യാപിച്ചത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് KFON വഴി സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഓഫീസുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തി ഡിജിറ്റൽ കണക്ടിവിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പത്തെ തന്നെ കേരളം തിരുത്തി എഴുതുകയാണ്. വെറും 10 മാസത്തിനുള്ളിൽ 70,000-ഓളം കണക്ഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് KFON വിജയകരമായി മുന്നേറുന്നു. KFON കണക്ടിവിറ്റി 23,000-ലധികം സർക്കാർ ഓഫീസുകളിൽ ലഭ്യമാക്കുകയും അത് സുപ്രധാന പൊതുസേവനങ്ങൾ ഓരോ പൗരനും ഒരു ക്ലിക്ക് മാത്രം അകലെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കോട്ടൂർ, അട്ടപ്പാടി പോലെയുള്ള വിദൂര ആദിവാസി മേഖലകളിൽ
ഡിജിറ്റൽ വിഭജനം നിലനിന്നിരുന്ന വൈഫൈ ആക്സസ് പോയിന്റുകളും ഫൈബർ ഓപ്റ്റിക് കേബിളുകളും ഇൻസ്റ്റാൾ ചെയ്തതും മുൻപ് ലഭ്യമല്ലാത്ത ഓൺലൈൻ വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക അവസരങ്ങൾ എന്നിവ പാർശ്വവൽക്കൃത സമൂഹങ്ങൾക്ക് ലഭ്യമാക്കിയും ഈ വിഭജനത്തെ നാം മറികടക്കുകയാണ്. സർ, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ്റെ കൈറ്റ് നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ഹൈടെക് ക്ലാസ് മുറി, ഹൈടെക് ലാബ് പദ്ധതികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം 2020 ഒക്ടോബറിൽ കൈവരിച്ചു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുള്ള 16,027 സ്കൂളുകളിൽ 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 4,752 സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. 11,275 സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പാക്കി. സ്കൂൾ കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ക്ലാസ് റൂമുകളുടെയും ലാബുകളുടെയും ഡിജിറ്റലൈസേഷനും ഒക്കെ തന്നെയും രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാവാത്ത വിധം പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്കടക്കം കൃത്യമായി മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ.